നമ്മുടെ കേരളത്തിൽ കൂലിപ്പണി ചെയ്ത് കോടീശ്വരനാകാൻ പറ്റുമോ? നമുക്കൊന്ന് നോക്കാം. നമ്മുടെ നാട്ടിൽ ദിവസക്കൂലിയായി കുറഞ്ഞത് ഒരു 1000 രൂപ വെച്ചെങ്കിലും കിട്ടുന്നുണ്ട്. അതിൽ കൂടുതൽ 1500 2000 ഒക്കെ സമ്പാദിക്കുന്നവരുണ്ടെങ്കിലും നമുക്കൊരു മിനിമം ആവറേജ് ആയി ഒരു 1000 രൂപ വെച്ച് കൂട്ടാം. അങ്ങനെയെങ്കിൽ 25,000 മുതൽ 30,000 രൂപ വരെ ആയിരിക്കും അവർ ഇപ്പോൾ സമ്പാദിക്കുന്നത്. ഇതിൽ നിന്ന് ചെലവുകളെല്ലാം കഴിച്ച് ഒരു മാസം 5000 രൂപ വെച്ച് ഒരു മ്യൂച്വൽ ഫണ്ട് SIP തുടങ്ങി ഓരോ വർഷവും 5% വെച്ച് സ്റ്റെപ്പ് ചെയ്ത് വരികയാണെങ്കിൽ അവർക്ക് 1 കോടി രൂപ എത്ര വർഷം കൊണ്ട് സമ്പാദിക്കാമെന്ന് നമുക്ക് നോക്കാം. ഇവിടെ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ്സ് കുറവായതുകൊണ്ട് തന്നെ കൂടുതൽ റിട്ടേൺ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് റിസ്കി ആയിട്ടുള്ള ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സ് മാത്രം നമുക്ക് ചൂസ് ചെയ്യാം. എന്നിട്ട് നമ്മുടെ റിസ്ക് ഒന്ന് ഡൈവേഴ്സിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ലാർജ് ക്യാപ്, മിഡ് ക്യാപ്, സ്മോൾ ക്യാപ്, അതുപോലെ ഫ്ലെക്സി ക്യാപ് ഫണ്ടുകളിൽ ഈക്വൽ എമൗണ്ട് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 15% CAGR ഗ്രോത്ത് എക്സ്പെക്ട് ചെയ്യാം. ഇതൊരു SIP കാൽക്കുലേറ്ററിലിട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വെറും 21 വർഷങ്ങൾ കൊണ്ട് ആ ഒരു ഫണ്ടിന്റെ വാല്യൂ ഏകദേശം 1,03,00,000 രൂപ എത്തിയിട്ടുണ്ടാവും. അപ്പോഴും നമ്മുടെ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് വെറും 21 ലക്ഷം രൂപയേ ആയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ഇനി ഒരു കോടീശ്വരനാവാൻ വിദേശത്തൊന്നും പോകണ്ട, നാട്ടിലൊരു കൂലിപ്പണി ചെയ്താലും ഇതൊക്കെ സാധിക്കുമെന്ന് മനസ്സിലായില്ലേ? ആ വിയർപ്പിന്റെ അസുഖം നിങ്ങളുടെ ചങ്കിനെ കൂടി താഴെ മെൻഷൻ ചെയ്തേക്ക്. അതുപോലെ കൂടുതൽ നല്ല ഫിനാൻഷ്യൽ കണ്ടന്റ്സിനായി നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്ക്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.